ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാസ്ത ചീസാണ് കേട്ടോ. അതിലേക്ക് പാസ്ത ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഷ്റൂം, കുറച്ച് ബട്ടർ, കുറച്ച് സ്ലൈസ് ചീസ്, കുറച്ച് കുക്കിംഗ് ക്രീം, കുറച്ച് ഗ്ലാസ് ചീസ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ മഷ്റൂം ചീസ് ക്രീമാണ് കേട്ടോ പാസ്ത. അപ്പോൾ അതിലേക്ക് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് വാടി വരണം കേട്ടോ. വാടിയതിനു ശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണം. ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഷ്റൂമും ഉള്ളിയും ഇതെല്ലാം ഒന്ന് സെറ്റ് ആവണം. ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇനി കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്ലാസ് ചീസ് ഒഴിച്ചു കൊടുക്കാം. നല്ല സെറ്റ് ആവണം കേട്ടോ. ഒന്ന് ക്ലിക്ക് ആവണം. അതിലോട്ട് നമുക്ക് പാസ്ത പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പാസ്ത നമുക്ക് ഇതിൽ കൂടെ ഇട്ട് സെറ്റാക്കണം. എളുപ്പ പണിയാണ് കേട്ടോ. വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പാസ്ത ചീസ് ക്രീം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്, ചീസ്. അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ച പാസ്ത അതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആവണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 2 സ്ലൈസ് ചീസ് ഞാൻ ഇടുന്നുണ്ട്. ഒരു മഞ്ഞ ചീസ് അതിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിനാണ് കേട്ടോ. വെള്ളമായാലും കുഴപ്പമില്ല. ഇപ്പോൾ മഞ്ഞയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് ക്ലിക്ക് ആവണം. നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവൻ സപ്പോർട്ട് ചെയ്യുക. ഇത് വൈകിട്ടൊക്കെ എളുപ്പപ്പണിയാണ്. വൈകിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പാസ്ത മക്രോണി മഷ്റൂം ചീസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.